കത്തോലിക്ക സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയായി ലെയോ 14-ാമൻ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയ്ക്ക് ശേഷം സുപ്രധാനമായിട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി മറ്റു ചില വിവരങ്ങൾ കൂടി വത്തിക്കാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് മെയ് 18 ഞായറാഴ്ച വത്തിക്കാനിലെ പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് പുതിയ മാർപ്പാപ്പയുടെ ഇനാഗുറൽ മാസ് ആ പരിശുദ്ധ കുർബാന വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് നടക്കുമെന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു അറിയിപ്പാണ്. അതുമാത്രമല്ല വരുന്ന ഒരു 3 ആഴ്ചത്തെ പുതിയ മാർപ്പാപ്പയുടെ ആ ഒരു ഷെഡ്യൂള് വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ആരൊക്കെ തമ്മിൽ കൂടിക്കാഴ്ച നടത്തും, സുപ്രധാനമായിട്ടുള്ള യോഗങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായി നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച മെയ് 10 ശനിയാഴ്ച അദ്ദേഹം കാർഡിനൽസുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മെയ് 11 ഞായറാഴ്ച അദ്ദേഹം തൻ്റെ ഇലക്ഷന് ശേഷം നടത്തുന്ന ആദ്യത്തെ ഒരു പൊതുദർശനം, പബ്ലിക് അപ്പിയറൻസ്, അദ്ദേഹം ത്രികാല ജപ പ്രാർത്ഥനാ മധ്യേ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ആ ഒരു സെൻട്രൽ ബാൽക്കണിയിൽ അദ്ദേഹം നടത്തും. അന്ന് ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ സെൻട്രൽ ബാൽക്കണിയിലായിരിക്കും അദ്ദേഹം ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുക. ആയിരക്കണക്കിന് ജനങ്ങൾ അന്നേ ദിനം മെയ് 11 ഞായറാഴ്ച സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച മാർപ്പാപ്പ നടത്താൻ പോകുന്നത് മെയ് 12 തിങ്കളാഴ്ചയാണ്. അന്ന് ട്രഡീഷണലായിട്ട് മാർപ്പാപ്പമാർ സാധാരണ അവരുടെ ഇലക്ഷന് ശേഷം 2-3 ദിവസത്തിന് ശേഷം വത്തിക്കാനിൽ വന്നിരിക്കുന്ന വിവിധ മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തും. അതിൻ്റെ ഭാഗമായി മെയ് 12 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പോൾ ആറാമൻ ഹാളിൽ വെച്ച് ഇവിടെ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും, അവരെ അഭിസംബോധന ചെയ്യും. പിന്നീട് മെയ് 16-ാം തീയതി വത്തിക്കാനിലെ ഡിപ്ലോമാറ്റിക് നയതന്ത്ര പ്രതിനിധികളുമായി അല്ലെങ്കിൽ വത്തിക്കാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും. ഏകദേശം 184ഓളം രാജ്യങ്ങളുമായി വത്തിക്കാന് ഒരു നയതന്ത്ര ബന്ധമുണ്ട്. അപ്പോൾ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും. പിന്നീട് മെയ് 18 ഞായറാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മാർപ്പാപ്പയുടെ ഒരു ഇനാഗുറൽ മാസ് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് നടക്കാൻ പോകുന്നത്. പിന്നീട് മെയ് 20 ചൊവ്വാഴ്ച അദ്ദേഹം സെൻറ്റ് പോൾ ബസിലിക്കയിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തും. മെയ് 21 ബുധനാഴ്ചയായിരിക്കും പുതിയ മാർപ്പാപ്പയുടെ ആദ്യത്തെ ഒരു ജനറൽ ഓഡിയൻസ് നടക്കാൻ പോകുന്നത്. മെയ് 21 ബുധനാഴ്ച. മെയ് 24 ശനിയാഴ്ച അദ്ദേഹം റോമൻ കൂരിയുമായും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിലെ ജീവനക്കാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മെയ് 25 ഞായറാഴ്ച മറ്റൊരു സുപ്രധാന ദിനം കൂടിയാണ്. അദ്ദേഹം 2 പേപ്പൽ ബസിലിക്കയിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തും. നമുക്കറിയാം സെൻറ്റ് ജോൺ ലാട്രൻ ബസിലിക്ക അത് വളരെ ചരിത്ര പ്രാധാന്യമേറിയ ബസിലിക്കയാണ്. 1000 വർഷത്തോളം മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതിയായിരുന്ന ബസിലിക്കയാണ്. 1800കളുടെ ആ ഒരു മധ്യ കാലഘട്ടം വരെ മാർപ്പാപ്പമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്ന ഒരു ബസിലിക്കയാണ്. റോമ രൂപതയുടെ ബിഷപ്പ് എന്ന നിലയിൽ ആ ബിഷപ്പിൻ്റെ ഔദ്യോഗിക ആ ഒരു കത്തീഡ്ര ഇരിക്കുന്നത് സെൻറ്റ് ജോൺ ലാട്രൻ ബസിലിക്കയിലേക്കാണ്. അപ്പോൾ അവിടേക്ക് അദ്ദേഹം നടത്തുന്ന ആ ഒരു സന്ദർശനം, അവിടെ നടത്തുന്ന തിരുക്കർമ്മങ്ങൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അന്നേ ദിനം തന്നെയാണ് അദ്ദേഹം മേരി മേജർ ബസിലിക്കയിലേക്കും അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. അന്നേ ദിനം അദ്ദേഹം ത്രികാല ജപ പ്രാർത്ഥനയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകും. അപ്പോൾ ഈ വരുന്ന 3 ആഴ്ച മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുകൾ നിറഞ്ഞ ഒരു ദിനം കൂടിയാണ്. ഒപ്പം തന്നെ ചില ദിനങ്ങൾ അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തിൻ്റെ ആദ്യ ദിനങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിനാൽ തന്നെ പ്രാർത്ഥനയ്ക്കും ഒപ്പം തന്നെ ധ്യാന ചിന്തകൾക്കുമായി മാർപ്പാപ്പ ചില ദിനങ്ങൾ മാറ്റിവെക്കുമെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം മെയ് 18-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന പുതിയ മാർപ്പാപ്പയുടെ ആ ഒരു ഇനാഗുറൽ മാസാണ്, പരിശുദ്ധ കുർബാനയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ, 10,000-ങ്ങൾ അന്നേ ദിനം ഇവിടെ വത്തിക്കാൻ സ്ക്വയറിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ജോർജി ജോസ്, ഷെക്കേന ന്യൂസ്.